Hello guys, welcome back to my channel Shining World with Aisha. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പാർക്കാണ്. പാർക്ക് പറയുകയാണെങ്കിൽ ഫുള്ള് വിശാലമായിട്ട് കിടക്കുക. ഇവിടെ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും, ഫുൾ വിശാലമായിട്ട് കിടക്കുകയാണ്. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ₹1 പോലും ചിലവില്ലാതെ കുട്ടികൾക്ക് അവിടെ എത്ര ടൈം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാവുന്ന ഒരു ഇതാട്ടോ അത്. കാരണം ഒത്തിരി അവിടെ സ്ഥലമുണ്ട് കളിക്കാൻ. കുട്ടികൾ അവിടെ ഒക്കെ പോയി ഇരുന്ന് കളിക്കുന്ന ടൈം കൊണ്ട് പാരൻസിന് അവിടെ ഇരുന്ന് അവിടെ ടൈം സ്പെൻഡ് ചെയ്യാം കേട്ടോ. പിന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് അതിനൊരു വെള്ളച്ചാട്ടം ഉണ്ട്. അപ്പോൾ നമ്മളിനി പോണത് വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്ത് കേട്ടോ. പിന്നെ ഒട്ടും കുറുമ്പും കുസൃതി ഇല്ലാത്ത എൻ്റെ കുഞ്ഞു കുസൃതി കേട്ടോ അത്. എൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, ഈ കാണുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അതിൻ്റെ അടുത്ത് പോയിട്ടൊന്ന് കാണാം. കമോൺ. ഇപ്പോഴത്തെ ജനുവരി ആണ്. ഇവിടുത്തെ ഈ ഒരു ക്ലൈമറ്റ് പറയണമെങ്കിൽ നല്ല തണുപ്പാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ഭയങ്കര തണുപ്പാട്ട വെള്ളമൊക്കെ തൊടുമ്പോൾ. പിന്നെ കുറച്ച് നേരം ഞങ്ങളുടെ വെള്ളത്തിലൊക്കെ കാലിട്ട് അവിടെ കുറച്ച് നേരം അവിടെ ഇരുന്നു, അങ്ങനെ കളിച്ചു. പിന്നെ അവിടെ നിന്ന് നേരെ തിരിച്ചു കേട്ടോ പാർക്കിൽ തന്നെ. അപ്പോൾ ഗൈസ് നമ്മൾ വെള്ളച്ചാട്ടത്തിലൊക്കെ കളിച്ച് കഴിഞ്ഞ് നമ്മൾ നേരെ പാർക്ക് പോവാട്ടോ. പിന്നെ ഞങ്ങൾ നാട്ടിലെ ഒരു ഫാമിലീനെ കണ്ടുമുട്ടിയവരായിട്ട് കുറച്ച് നേരം സംസാരിച്ചു. അപ്പോൾ അനിയൻ അവരായിട്ട് ഭയങ്കര കമ്പനിയായി. അവർ കളിക്കുന്ന ഒരു സീനാട്ടോ ഇത്. പിന്നെ എൻ്റെ അനിയന് അവിടെ ഒരു വീട് കിട്ടി. ആ വീട്ടിൽ വെറും വീട് മാത്രമല്ല, അതിനൊരു ബൈനോക്കുലറും ഉണ്ടായിരുന്നു. അതാകെ പൊട്ടി ഇതൊക്കെ അയക്കണേ. പക്ഷെ ഓന് അതിൽ കൂടെ നോക്കുന്നുണ്ട്. അത് നമുക്ക് ഫോട്ടോ എടുക്കാൻ അടിപൊളിയാണേ. വെള്ളത്തിലൊക്കെ കളിച്ച് തണുത്ത് വിറച്ചിരിക്കുന്ന നേരത്തായിരുന്നു നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബർഗർ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത്. വലിയപ്പോൾ വാങ്ങിച്ചു തന്നാട്ടോ ഞങ്ങളുടെ. അവൻ്റെ റബ്ബേ പറയാതിരിക്കാൻ വയ്യ, എമ്മാതിരി ടേസ്റ്റ്. നല്ല ക്ഷീണിച്ചുകൊണ്ടാണോന്നും പറയാൻ പറ്റില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിന് കേട്ടോ.
അങ്ങനെ ഞങ്ങൾ അതിന് ശേഷം വീട്ടിലേക്ക് തിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എൻ്റെ അനിയൻ്റെ ഒരു കുസൃതി. എല്ലാവരും നേരെ നടക്കുമ്പോൾ ഓന് തിരിഞ്ഞാട്ടോ നടക്കുന്നത്. അങ്ങനെ ഞങ്ങളിതേ വണ്ടി കയറാൻ പോകുമ്പോൾ അവിടെ ഒരു വീട്ടിൽ, അടുത്തൊരു വീട്ടിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതേ അറബി കല്യാണത്തിലൊക്കെ ഇതേപോലെ വെടിക്കെട്ടും വെടിമരുന്നൊക്കെ ഉണ്ടാവും അത്രേ. അതും കുറച്ച് നേരം കണ്ടു നിന്നു. പിന്നെ ഞങ്ങൾ നേരെ വണ്ടി എടുത്തു കേട്ടോ. പിന്നെ അതേ റോഡരികിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നൊരു സംഭവമാണിത്. കോർഫുഖാനിലാണിത്. കോർഫുഖാൻ ആംഫി തിയേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ എന്താണ് വാഗൻ ട്രാജഡി ഹാളിലൊക്കെ വെച്ച് നമ്മൾ പ്രോഗ്രാംസൊക്കെ നടത്തില്ലേ, അതേപോലെ പ്രോഗ്രാംസൊക്കെ നടത്താൻ പറ്റിയൊരു വലിയൊരു ഹാളാട്ടോ. ജസ്റ്റ് ഞങ്ങൾ വണ്ടി നിർത്തി അതവിടെ പോയി കണ്ടു കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ കോർഫുഖാൻ ആംഫി തിയേറ്ററിന് നല്ല അടിപൊളിയായിട്ട് പിങ്ക് കളർ ഫ്ലവറായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കണേ. അപ്പോൾ അത് ഇന്നത്തെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തിൻ്റെ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്യണേ. ഇത്രയും നേരമായിട്ടും സബ്സ്ക്രൈബ് ചെയ്തേക്കണം, സബ്സ്ക്രൈബ് കൂടി ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കടുത്ത വീഡിയോയിൽ കാണാം. ബൈ.